എന്താ സാറി കാണിക്കുന്നേ? ഇതെവിടെ നിന്ന് കിട്ടി സാറിന്? ഇതിന്റെ അകത്തൊക്കെ 2-3 ഡ്രോപ്സ് ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഒഴിച്ചെടുത്തിട്ട് ഇത്രേ കിട്ടിയുള്ളൂ. മദ്യം തൊടാൻ പാടില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞു വിട്ടത്? എന്നിട്ട് സാർ ഇങ്ങനെ ചെയ്താലോ? എന്നെ കൊണ്ട് പറ്റുന്നില്ല നന്ദിനി. ശരീരത്തിൽ മദ്യം ഇല്ലെങ്കിൽ എനിക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. ദേ ജസ്റ്റ് ഇത് മാത്രം പ്ലീസ്, ഞാനൊന്ന് എഴുന്നേറ്റ് നിന്നോട്ടെ. സാറിന് വയ്യാതായപ്പോ എല്ലാരും സാറിന് ചുറ്റും ഇരുന്ന് കരയായിരുന്നു. സാറൊന്ന് നേരെയാവാൻ വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കായിരുന്നു. എന്നിട്ട് അവരെല്ലാം ചതിക്കല്ലേ സാർ ചെയ്യുന്നേ? നന്ദിനി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. വേണ്ട സാർ, ഈ ശീലം ഇനി വേണ്ട. നന്ദിനി, എനിക്ക് അധികമൊന്നും വേണ്ട. ദാ ഇത് മാത്രം മതി. എന്നിട്ട് ഞാൻ താൻ പറയുന്നൊക്കെ അനുസരിച്ച് ഇവിടെ ഞാൻ കിടന്നോളാം. സാർ തന്നെ. നന്ദിനി, നന്ദിനി. താൻ എന്തീ കാണിച്ചത്? സാറിന് എന്നെ തല്ലാൻ തോന്നിക്ക് തല്ലിക്കോ, ചീത്ത പറയാൻ തോന്നിക്ക് ചീത്ത പറഞ്ഞോ. പക്ഷെ ഈ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാനിത് സമ്മതിക്കില്ല. എന്ത് കഷ്ടോ ഇത്. സാർ ഈ അവസ്ഥയിലായതിന് ഞാൻ എന്തുമാത്രം വിഷമിച്ചു സാറിനറിയോ? എന്തുമാത്രം കുറ്റപ്പെടുത്തലുകൾ ഞാൻ കേൾക്കുന്നുണ്ടെന്നറിയോ? സാർ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്, അതുപോലെ പലപ്പോഴും എന്നെ സഹായിച്ചിട്ടുണ്ട്. സാറിനെ അനുസരിപ്പിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. പക്ഷെ ഈ മരുന്ന് തീരുന്നവരെയെങ്കിലും പ്ലീസ്. താൻ കരയൊന്നും വേണ്ട, അത് പോയില്ലേ പിന്നെന്താ. അയ്യോ സാർ. ഇല്ല വിട്. കണ്ടോ, എനിക്കെന്റെ ബാലൻസ് പോലും കിട്ടുന്നില്ല. എല്ലാം ശരിയാവും സർ. വല്ലാണ്ട് കുടിക്കണമെന്ന് തോന്നുമ്പോ സാറതെ ആ താന്നിയൂർ അമ്മയുടെ ചിത്രം കണ്ടോ? അവിടെ ചെന്ന് ഒന്ന് കണ്ണടച്ചു നോക്ക്. അതൊന്നും വേണ്ട, താൻ പൊയ്ക്കോ. ഞാനിവിടെ കിടന്നോളാം. സൂര്യ തീർന്നു പോയടോ. വിത്തൗട്ട് ആൽക്കഹോൾ ദർ ഇസ് നോ സൂര്യ. പിന്നെ ഒരു പഴന്തുണിക്കെട്ട് പോലെ ഇവിടെ ഇങ്ങനെ കിടക്കാം. അവസാനം കളിച്ച് കളിച്ച് വേലക്കാരി ലക്ഷ്യത്തിലെത്തിക്കുമെന്നാ തോന്നുന്നത്. ഇത്രയും കാലം അളിയന് തലയ്ക്ക് വെളിവില്ലായിരുന്നു. അളിയന്റെ മദ്യപാനം നിർത്താൻ നന്ദിനിക്ക് സാധിച്ചാൽ പിന്നെ കണക്കുകളെല്ലാം അളിയൻ നേരിട്ട് നോക്കി തുടങ്ങും. അപ്പൊ പിന്നെ നമ്മുടെയൊക്കെ ഗതി എന്താവൂന്ന് പറയാൻ പറ്റില്ല. ഏട്ടൻ മദ്യപാനം നിർത്താനൊന്നും പോകുന്നില്ല, അത് അവളുടെ സ്വപ്നം മാത്രം. മോളെ വേദേ, ഈ പെണ്ണിന്റെ ശക്തി എന്താണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. ഉള്ളറിഞ്ഞ് ഒരു പെണ്ണ് സ്നേഹിച്ച് എന്തു പറഞ്ഞാലും അത് പുരുഷൻ ചെയ്യും. നന്ദിനിയെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന സൂര്യ നന്ദിനി കരഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിച്ചാൽ അളിയൻ കുടി നിർത്തും. അതൊരിക്കലും സംഭവിക്കരുത്. അവൻ കുടി നിർത്താതിരിക്കേണ്ടത് നമ്മുടെ ആവശ്യം. അവൾ ഇവിടുന്ന് പോകാതിരിക്കേണ്ടതും നമ്മുടെ ആവശ്യം. അതെ, രണ്ടും കൂടെ ഒരുമിച്ച് നടക്കില്ല. അതെ, നമ്മുടെയൊക്കെ മുന്നിൽ നന്ദിനി തലകുനിച്ച് ഒതുങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ
അവളുടെ നാട്ടിൽ പോയി അവളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? ആരായിരുന്നു അവളെന്ന്? അവക്ക് ആരെയെങ്കിലും പേടിയുണ്ടായിരുന്നോ എന്ന്? അവളുടെ അനുജത്തിയുടെ ദേഹത്ത് ഒരുത്തം കൈവച്ചതിന് കുത്തുവിളക്ക് കൊണ്ടാ അവൾ അവനെ അടിച്ചു വീഴ്ത്തിയത്. എന്തിന്? ജയിലിൽ കിടന്ന കാർത്തികേയനെ അവൾ കൈകാര്യം ചെയ്ത രീതി അറിയില്ലേ? നാട്ടുകാരെ പറ്റിച്ചു മുങ്ങിയ ജുവലറി ഉടമയെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പിടികൂടിയതാരാ? ഇതേ നന്ദിനിയല്ലേ? അവൾ അഗ്നിപർവ്വതം പോലെയാ. പൊട്ടിത്തെറിച്ചാലുണ്ടല്ലോ, ബും, നമ്മളൊക്കെ ചാരാവും. ചേച്ചി, ഏട്ടൻ പറയുന്ന എല്ലാം കൂടി ആലോചിക്കുമ്പോഴേ നമ്മൾ പേടിക്കേണ്ടത് തന്നെയാ. അവൾ അവളുടെ തനി സ്വഭാവം പുറത്തെടുത്ത നമ്മൾ പെട്ടുപോകും. സൂര്യ അവളെ സപ്പോർട്ട് ചെയ്യുന്നതാ പ്രശ്നം. ആ സപ്പോർട്ട് ഇല്ലാതാക്കണമെങ്കിൽ അവരെ തമ്മിൽ തെറ്റിക്കണം. എന്തൊക്കെ ടാസ്കുകളാ! നന്ദിനി വീട്ടിൽ നിന്ന് പോയാ പകരം വേറൊരുത്തി വരുമെന്ന് പേടിക്കണം. സൂര്യ മദ്യപാനം നിർത്തിയാ നമ്മൾ പുറത്തു പോകേണ്ടി വരുമെന്ന് പേടിക്കണം. അതിനുവേണ്ടി അവരെ തമ്മിൽ തെറ്റിക്കണം. അതെ, ഇത്രയും ടാസ്കുകൾ ഒരുമിച്ച് കമ്പനി ചെയ്യുകയാണെങ്കിൽ ഞാൻ വേറെ എവിടെയോ ചെന്നെത്തിയേനെ. നിന്നോട് ആരാ ഇപ്പൊ ജ്യൂസ് ചോദിച്ചത്? ചോദിച്ചില്ല. ചോദിക്കാതെ വന്നത് എന്തെങ്കിലും ഒളിച്ചു കേൾക്കാനാണോ? അയ്യോ, ഞാനൊന്നും ഒളിച്ചെന്ന് കേൾക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. ഓ, അറിയാതെ എന്തെങ്കിലും ചെവിയിൽ വീണ അതുപോലും ഞാൻ വേറെ ആരോടും പറയില്ല. അല്ലായിരുന്നെങ്കിൽ ഇപ്പോ. അല്ലായിരുന്നെങ്കിലോ? അല്ലായിരുന്നെങ്കിൽ എന്താ? ഞാൻ ജ്യൂസ് കൂടെ വെച്ചിട്ട് പോയിക്കോട്ടെ. അല്ല, നീ എന്തോ പറഞ്ഞു വന്നല്ലോ, അത് എന്താന്ന് തെളിച്ചു പറ. അയ്യോ, ഞാൻ പറയില്ല സാറേ, എനിക്കതൊക്കെ പേടിയാ. പറയാതെ നീ ഇവിടുന്ന് പോവില്ല, പറയടി. അത് സൂര്യ സാറിന്റെ കാര്യമാ. സൂര്യ സാറിന്റെ എന്ത് കാര്യം? സൂര്യ സാറിന് ആരോ വിഷം കൊടുത്തതാന്ന് യതീന്ദ്ര സാർ പറയുന്ന കേട്ടു. ആരോട്? നന്ദിനിയോട്. ഈ വീട്ടിൽ ആരോ തന്നെ വിഷം കൊടുത്തെന്ന് പറഞ്ഞു. ഇന്ദ്രജ മേഡത്തിന്റെ പേരും ആ കൂട്ടത്തിൽ പറയുന്നത് കേട്ടതുപോലെ തോന്നി. നീ പറയുന്നത് സത്യമാണോ? അതെ മാഡം. പക്ഷെ ഞാനത് നിങ്ങളോട് പറഞ്ഞു എന്ന് സാർ അറിയരുത്. അറിഞ്ഞ ആ നിമിഷം എന്നെ പുറത്താക്കും. നിനക്കൊന്നും പറ്റില്ല, നീ പൊയ്ക്കോ. ചേച്ചി, ഡാഡി കരുതിക്കുട്ടിയാണെങ്കിലോ? ഇനിയിപ്പോ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കി ചേച്ചിയും ചേട്ടനെ ഇവിടെ നിന്ന് ഇറക്കാനുള്ള പരിപാടി വല്ലതും ആണോ? എങ്ങോട്ടിറങ്ങേ? ഇന്ദ്രജ, എത്രയും പെട്ടെന്ന് അങ്കിളിനെ കണ്ട്